ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിൽ നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ പഠിച്ചു. പിന്നെ നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്ക് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോകുകയാണ്. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. We know that processing is continuous. Throughout the year, processing is undertaken or operations are carried on. So we can see that at the end of the financial year, there will be work in progress. The work in progress, partly finished goods. So we have to determine the value of partly finished goods, that is work in progress also. So we have to determine the cost of work in progress, that is partly finished goods, then cost of finished goods, etc. For the purpose of that, we are using equivalent production. എന്താണ് equivalent production? Equivalent production represents production in terms of completed units. For example, നമ്മൾ 1000 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഫസ്റ്റ്. അതിൽ പറഞ്ഞിരിക്കുന്നു 800 യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആക്കി, 1800 കംപ്ലീറ്റഡ് ആക്കി. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആക്കി എത്രയുണ്ട് അവിടെ? 200. അതിൽ പറയുന്നു 200 സെമി ഫിനിഷ്ഡ് ആണ്. സപ്പോസ് അതിൻ്റെ 50% കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 50% വർക്ക് പ്രോസസ്സിങ് കഴിഞ്ഞു. അപ്പോൾ 200ൻ്റെ 50%, അപ്പോൾ എത്രയാണ്? 100 ഉണ്ടോ? ഈ 100 യൂണിറ്റ്സിനാണ് പറയുക ഈക്വലൻ്റ് പ്രൊഡക്ഷൻ ഓർ ഇഫക്റ്റീവ് പ്രൊഡക്ഷൻ. അപ്പോൾ എന്താ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ? ഇറ്റ് റെപ്രസെൻറ്റ്സ് പ്രൊഡക്ഷൻ ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. ഇൻ അതർ വേർഡ്സ്, it means converting the incompleted units into equivalent completed units. As I have already said in the problem, 1000 units were introduced and 1000 units were introduced. 800 units finished. 200 units work in progress, of which 50% completed. ഉണ്ടോ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എത്രയാണ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ? 200ൻ്റെ 50%. അപ്പോൾ നമുക്ക് കിട്ടും 100. ഇതിനാണ് പറയുക ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. ക്ലിയർ? സോ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ മീൻസ് കൺവേർട്ടിംഗ് ദി ഇൻകംപ്ലീറ്റഡ് യൂണിറ്റ്സ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്, ഓർ ഇറ്റ് റെപ്രസെൻറ്റ്സ് പ്രൊഡക്ഷൻ ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ഒന്ന്, നമുക്ക് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം പ്രോസസ്സ് തുടങ്ങുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രോസസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം. ഇൻ ദിസ് കേസ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ ഈസ് കമ്പ്യൂട്ടഡ് ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ the percentage of work required to finish in the process. അപ്പോൾ ഈ പ്രോസസ്സിൽ എത്രയാണ് ഫിനിഷ് ആക്കാനുള്ളത്? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കറിയാം എങ്ങനെ കണ്ടുപിടിക്കും. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻറ്റു പെർസെൻറ്റേജ് നീഡഡ് ടു കംപ്ലീറ്റ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു 200 യൂണിറ്റ്സ് ഇൻകംപ്ലീറ്റഡ് ആണ്. അതിൽ എത്ര % വർക്ക് നടത്തി? 50%. അപ്പോൾ ഇനി എത്ര % വർക്ക് നടത്താനുണ്ട്? 50%. അപ്പോൾ ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് എത്ര? 200 ഇൻറ്റു എത്രയാണ് കംപ്ലീറ്റ് ആക്കാനുള്ളത്? 50. അപ്പോൾ എത്ര യൂണിറ്റ്സ് കിട്ടി? 100 യൂണിറ്റ്സ് ആണ് ഈ പ്രോസസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കാനുള്ളത്. അതാണ് ഒന്ന്. അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക. 2, ഫൈൻഡ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ്. എത്രയാണ് ആ പ്രോസസ്സിൽ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കംപ്ലീറ്റ് ആക്കിയത്. ആൻഡ് this it is calculated as follows. On the units completed and transferred minus opening work in progress. അപ്പോൾ യൂണിറ്റ്സ് ഈ പ്രോസസ്സിൽ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് മൈനസ് ഏത് കുറയ്ക്കണം? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറയ്ക്കണം. ഓക്കെ, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് ഡിഡക്റ്റഡ് ബിക്കോസ് യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ഇൻക്ലൂഡ്സ്
ദി ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വിച്ച് ഹാസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു ഈക്വലൻറ്റ് പ്രോഡക്ട്സ്. നമുക്കറിയാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിൽ ഓൾറെഡി ഏത് പെട്ടിട്ടുണ്ട്, ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണ് യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ഫ്രം ടു കാൽക്കുലേറ്റ് ദാറ്റ് വാട്ട് ഈസ് ടു ബി ഡിഡക്റ്റഡ്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് ടു ബി ഡിഡക്റ്റഡ്. ദെൻ ദ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഈസ് ആസ് ഫോളോസ്. യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ്, ഇൻപുട്ട് എടുത്തു, മൈനസ് ഏത് കുറച്ചാൽ മതി, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്ലിയർ? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വിച്ച് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് ഷുഡ് ബി ഡിഡക്റ്റഡ് in order to find the completed units. ക്ലിയർ? ഇപ്പോൾ രണ്ട് മെത്തേഡിലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് മൈനസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. മൂന്നാമത്തെ, കൺവേർട്ട് ദി ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ ഓഫ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ കണ്ടുപിടിക്കുന്നത്? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻറ്റു വർക്ക് കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് ഇതിനോടുകൂടി ഏതൊരു ആഡ് ചെയ്യണം? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ എത്രയാണോ അത്ര. സപ്പോസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ആ പ്രോസസ്സിൽ 100 യൂണിറ്റ്സ് തന്നെ, 100 യൂണിറ്റ്സ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. സപ്പോസ് പറഞ്ഞിരിക്കുന്നു 40% കംപ്ലീറ്റഡ് ആക്കി, 40%. അപ്പോൾ എത്ര വരും? 40. അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് കംപ്ലീറ്റഡ് കൂടി ഇതുകൂടെ ആഡ് ചെയ്യണം കേട്ടോ. സോ കൺവേർട്ട് ദി ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻറ്റു ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ. ഹിയർ പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് ആണ് നമ്മൾ എടുക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ല 100 ഉണ്ടായിരുന്നു വർക്ക് ഇൻ പ്രോഗ്രസ്, അതിൽ 40 കംപ്ലീറ്റ് ആക്കി. അപ്പോൾ അടുത്ത പ്രോസസ്സിലാണ് എത്ര % കംപ്ലീറ്റ് ആക്കാനുള്ളത്? 60 കംപ്ലീറ്റ് ആക്കാനുള്ളത്. ഓക്കെ. ദെൻ ഒബ്റ്റെയിൻ ദ ടോട്ടൽ ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ. എന്നിട്ട് നമ്മൾ ടോട്ടൽ ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് സെപ്പറേറ്റ്ലി. കാരണം ചിലപ്പോൾ മെറ്റീരിയൽ 100% കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും, ലേബർക്ക് അത്ര ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകില്ല വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ, അത് നിങ്ങൾക്ക് പറയും. അപ്പോൾ നമ്മൾ ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം ഏതിനൊക്കെ? മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് സെപ്പറേറ്റ്ലി. ഓക്കെ. കാരണം ഞാൻ പറഞ്ഞു ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എല്ലാവർക്കും ഒരേ കണക്കായിരിക്കത്തില്ല. അതിനുവേണ്ടി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യും. സോ അപ്പോൾ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യും. ദെൻ ഫൈൻഡ് ഔട്ട് ദ നെറ്റ് പ്രോസസ് കോസ്റ്റ് എലമെൻറ്റ് വൈസ്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എലമെൻറ്റ് വൈസ് പ്രോസസ് കോസ്റ്റ് കണ്ടുപിടിക്കണം. മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് ഓരോ എലമെൻറ്റ് വൈസിൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ദെൻ എന്നിട്ട് അസർട്ടൈൻ ദ കോസ്റ്റ് പെർ ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ. ക്ലിയർ? എങ്ങനെ കോസ്റ്റ് പെർ ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് എടുക്കും, അതിനെ ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ലേബർ എടുക്കും, ഇവിടെ തന്നിട്ടുണ്ട് ഇതാ, മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡ് ബൈ equivalent production in respect of material. Labor cost divided by equivalent production in respect of labor. Okay. Overhead cost divided by equivalent production in terms of overhead. അപ്പോൾ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത മെത്തേഡ്, അതിനുവേണ്ടി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? എത്രയാണ് ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് വഴി എത്രയാണെന്ന് കണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടും ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ ടോട്ടൽ മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡിൻ്റെ ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ കിട്ടി. രണ്ടാമത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഉണ്ടാക്കും. എലമെൻറ്റ് വൈസ് കോസ്റ്റ് കണ്ടുപിടിക്കും. മെറ്റീരിയൽ കോസ്റ്റ് എത്ര, ലേബർ കോസ്റ്റ് എത്ര, ഓവർഹെഡ് കോസ്റ്റ് എത്രയാണ്. എന്നിട്ട് അതിനെ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. ഓക്കെ. മൂന്നാമത്തെ, ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ് ഗുഡ്സ് ആൻഡ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡിൻ്റെ എല്ലാം കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി. എന്നിട്ട് നമ്മൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും ഫിനിഷ് ഗുഡ്സിൻ്റെയും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. എന്നൊക്കെ ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ, മെറ്റീരിയലിൻ്റെ ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ എടുക്കുന്നു, മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലേബറിൻ്റെ ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ എടുക്കുന്നു, എന്നിട്ട് ലേബർ കോസ്റ്റ് കൊണ്ട് ഇൻഡ് ചെയ്യുന്നു. ക്ലിയർ? അതിനുവേണ്ടി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ഓഫ് അപ്പോർഷൻമെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ഓർ അപ്പോർഷൻമെൻറ്റ് ഓഫ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ക്ലിയർ അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അപ്പോർഷൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ക്ലിയർ? ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ എന്താ കാണിക്കത്തുള്ളൂ? ഓൺലി ഷോയിങ് ഓൺലി ക്വാണ്ടിറ്റി അല്ലെങ്കിൽ യൂണിറ്റ്സ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് എന്താ കാണിക്കുന്ന? ഫൈൻഡ് എലമെൻറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേഷൻ എന്തിനാ? ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ പ്രോസസ് കോസ്റ്റ്. എങ്ങോട്ടൊക്കെ? ഫിനിഷ് പ്രോഡക്റ്റ് കോസ്റ്റ് എത്രയാണ്, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കോസ്റ്റ് എത്രയാണ് വേണ്ടത്. ഇത്രയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഇതൊന്ന് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ. അതിൽ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ,
ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഈക്വലൻ പ്രൊഡക്ഷൻ, ദെൻ യൂണിറ്റ്സ് കംപ്ലീറ്റഡിൻ്റെ ഈക്വലൻ പ്രൊഡക്ഷൻ. ഓക്കെ, പിന്നെ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് എന്തിനു കണ്ടുപിടിക്കാൻ, ഓരോന്നിൻ്റെ എലമെൻറ്റ്സ് വൈസ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ. പിന്നെ നമുക്ക് എന്ത് വരും, സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേഷൻ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, ഇതൊന്ന് പഠിക്കുക. പ്രോബ്ലം നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കും.